ഹലോ, കടയിൽ പോയിട്ടൊരു മുല്ലപ്പൂമാല വാങ്ങുമ്പോൾ എത്രത്തോളം പൈസ കൊടുക്കണം നിങ്ങൾക്കറിയാലോ. പക്ഷെ വെറും ഒരു 5-6 ടിഷ്യൂ പേപ്പർ മാത്രം വെച്ചിട്ട് നമുക്കൊന്നൊരു അടിപൊളി മുല്ലപ്പൂമാല ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ടിഷ്യൂ പേപ്പർ ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 സൈഡ് ഒന്ന് യു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിനെ 2-3 ഇതളുകളൊക്കെ ആക്കിയിട്ട് പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇപ്പോൾ കണ്ടോ, അതൊരു ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ ഇതൾ കിടക്കുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ? ആ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഇതളിൻ്റെ പണി കംപ്ലീറ്റായി. ഇനിയിപ്പോൾ ഇത് കോർത്തെടുക്കണം. എനിക്ക് പണ്ടേ കെട്ടുന്ന അത്ര വശമല്ല. പണ്ട് മുല്ലപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ സൂചി നൂലെടുത്ത് കോർക്കലേന് കേട്ടോ. കെട്ടാൻ അറിയുന്നാൽ കിട്ടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്ക് കെട്ടാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ സൂചി നൂലെടുത്ത് തലങ്ങും വിലങ്ങും കോർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ കോർത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി മാല കിട്ടിയിട്ടാ. നമ്മൾ ഇത്രയും നേരം വിരിഞ്ഞ മുല്ലപ്പൂ കൊണ്ടുള്ള മാലയല്ലേ ഉണ്ടാക്കിയത്. ഇനി മൊട്ടുമാല ഉണ്ടാവുമല്ലോ, മൊട്ടുമാല കണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അതിന് ഈ ടിഷ്യൂ പേപ്പർ ഇതായി കാണുന്ന പോലെ നല്ലോണം ചുരുട്ടി ഒരു ബോൾഡ് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന പോലെ തന്നെ ആ ബോളിനെ വേറെ ചെറിയൊരു കഷ്ണം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്യാം. സംഭവം സെറ്റായി.
അങ്ങനെ നമ്മളൊരു 5-6 മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം അത് എങ്ങനെയാണ് മുല്ലപ്പൂ മുട്ട ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഒരു മാല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായിക്കോളിട്ടോ. ഇത് കണ്ടോ, നമ്മളൊക്കെ ചെറിയ മക്കളാകുമ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഐഡിയകളൊന്നും നമുക്കാരും പറഞ്ഞു തന്നില്ല, അറിഞ്ഞില്ല അല്ലേ. അന്നൊക്കെ ഇത് അറിയുന്നുണ്ടെങ്കിൽ കുട്ടികളെ മുമ്പിലേക്ക് ചെമ്മൂന്ന് ഷൈൻ ചെയ്യുന്നു അല്ലേ. സാരില്ല, നമുക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമല്ലോ. സ്കൂളിൽ ഓണപ്പരിപാടിയൊക്കെയല്ലേ വരുന്നത്, ഒന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ മുല്ലപ്പൂവ് എന്തായാലും നമ്മൾ ഐസുവിൻ്റെ അംഗനവാടി ടീച്ചർക്ക് സമ്മാനമായിട്ട് കൊടുത്തു കേട്ടോ. ടീച്ചർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ലേ. അങ്ങനെ നമ്മൾ ടീച്ചർക്ക് മുല്ലയൊക്കെ കൊടുത്ത് ടീച്ചറെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് പുറത്തിറങ്ങുമ്പോഴേ മാവേലി വരുന്നു കേട്ടോ. എല്ലാ ശുഭം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ.